ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റിയൽ നമ്പേഴ്സ് പാർട്ട് 2 ആണ് എടുക്കുന്നത്. അതിൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ് ആണ് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ് എന്ന് നോക്കാം. അതായത് എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് ദ ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക് അപ്പാർട്ട് ഫ്രം ദ ഓർഡർ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ. എന്തെങ്കിലും മനസ്സിലായോ? അതായത് നമ്മൾ ഓരോ കോമ്പോസിറ്റ് സംഖ്യനെയും നമ്മൾ പ്രൈം സംഖ്യകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അത് നമ്മൾ ഒരേ രീതിയിൽ മാത്രം ക്രമം മാറ്റം വരുത്തിയാലും നമുക്ക് എന്താണ് ഏത് ക്രമത്തിൽ എഴുതിയാലും നമുക്ക് അതേപോലെ എഴുതാൻ, അതിൻ്റെ ഫാക്ടർ ആക്കിയിട്ട് പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഫാക്ടർ ആക്കി എഴുതാൻ പറ്റുന്നതാണ്. അങ്ങനെ അതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ 32,716. അപ്പം നമ്മളതിനെ 2 × 2 × ഇങ്ങനെ ഇതിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടർ ആക്കിയിട്ട് എഴുതി. അത് നമുക്ക് അതേ ഫാക്ടർ തന്നെ നമുക്ക് എന്താണ്, നമുക്കത് ഏത് ക്രമത്തിൽ വേണമെങ്കിലും എഴുതാം. അപ്പാർട്ട് ഫ്രം ദ ഓർഡർ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കേഴ്സ്. ഏത് രീതിയിലാണ് അത് വരുന്നതെന്ന് വെച്ചാൽ അത് എഴുതാൻ പറ്റും. അതിനെയാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ് തന്നെ നമുക്ക് 3 വേർഡ്സുകളുണ്ട്. എന്തൊക്കെയാണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, യുണീക്ക്. അതെന്തുകൊണ്ടാണ് അത് യുണീക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതുണ്ട്. അപ്പം നമുക്ക് ആദ്യം കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് നോക്കാം. അപ്പം കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണ്. വാട്ട് ഈസ് കോമ്പോസിറ്റ് നമ്പർ? അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ ഈസ് എ ഹോൾ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അതായത് ഒന്നിനും ആ സംഖ്യയും ഒഴികെ മറ്റു സംഖ്യകളാലും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാവുന്ന ഒന്നിനു മുകളിലുള്ള മുഴുവൻ സംഖ്യകളെ നമ്മൾ എന്ത് പറയും? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. അതായത് ഏത് നമ്പറാണോ എടുക്കുന്നത് ആ നമ്പറും ഒന്നും ഒഴികെ ബാക്കിയുള്ള ഏതൊക്കെ നമ്പർ കൊണ്ട് നമുക്കത് ഒരു സംഖ്യനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമോ അതിന് മുകളിലുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്ത് പറയും? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പോൾ 4, 6, 8, 9, 10, 12 ഇതൊക്കെ എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. കാരണം എന്താണ്? നമ്മളിപ്പോൾ എക്സാമ്പിൾ 4 എടുക്കുകയാണെന്ന് വെച്ചോ. 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? 4നെ 4ഉം 1ഉം ഒഴികെ ബാക്കി ഒന്നിന് മുകളിലുള്ള ബാക്കി എല്ലാ നമ്പർ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 × അപ്പോൾ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അതായത് ഒരു ഒന്നും ആ നമ്പറും ഒഴികെ ബാക്കി ഒന്നിന് മുകളിലുള്ള ബാക്കി എല്ലാ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. 4, 6, 8, 9. 2നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 2നെ 2 കൊണ്ടേ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അതിനുള്ളൊരു സ്പെഷ്യൽ ടിപ്സ് എന്ന് പറയുന്നത് എനി നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ മൾട്ടിപ്ലൈങ് 2 സ്മോളർ നാച്ചുറൽ നമ്പേഴ്സ് അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ് ഈസ് എ കോമ്പോസിറ്റ്. അതായത് ഏതെങ്കിലും നമ്പർ അത് ഉണ്ടാകുക എങ്ങനെ? മൾട്ടിപ്ലൈ ബൈ സ്മോളർ നാച്ചുറൽ നമ്പേഴ്സ്. അതായത് 2 നാച്ചുറൽ നമ്പേഴ്സ് കൊണ്ട്, അതായത് നമ്പേഴ്സ് അതർ ദാൻ ഒന്നും ആ നമ്പറും വേറെ ആ നമ്പറും ഒന്നും ഒഴികെ അതർ ദാൻ 1 ഒഴികെയുള്ള ബാക്കിയുള്ള ഏതെങ്കിലും നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പോസിറ്റ് നമ്പർ കിട്ടും. ഇപ്പോൾ 2 × 2 4 കിട്ടി, നമുക്ക് കോമ്പോസിറ്റ് നമ്പറാണ്. 2 × 3 6 അത് നമുക്ക് കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ 1 ഒഴികെയുള്ള 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ അതൊരു സ്പെഷ്യൽ ടിപ്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് കിട്ടി. ഇനി 1 എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറാണ്. ബിക്കോസ് എന്താണ്? അതിന് ആ ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ. 1 എന്ന് പറയുന്ന ഫാക്ടർ മാത്രം ആയതുകൊണ്ട് നമുക്ക് ഒന്നിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? പ്രൈം ആണെന്നും പറയാൻ പറ്റില്ല, നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. അപ്പോൾ അടുത്തത് നമ്മൾ അറിയാൻ പോകുന്ന പ്രൈംസ് എന്താണെന്ന്. നെക്സ്റ്റ് പ്രൈം എന്താണെന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. പ്രൈം നമ്പേഴ്സ്. A prime number is a whole number greater than 1 that has exactly 2 factors, 1 and itself. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ 2 എടുക്കുകയാണ്. 2ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം 2ഉം ആണ്. അതായത് ആ നമ്പറും ഒന്ന് മാത്രമായിരിക്കും അതിൻ്റെ ഫാക്ടർ. അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയും. ഇപ്പോൾ 3 എടുക്കുകയാണെങ്കിൽ 3ഉം 1ഉം ആണ് അതിൻ്റെ ഫാക്ടർ. 5 എടുക്കുകയാണെങ്കിൽ 5ഉം 1ഉം. അപ്പോൾ ആ 1ഉം ആ നമ്പറും മാത്രമായിരിക്കും ഒരു നമ്പറിൻ്റെ ഫാക്ടറെങ്കിൽ ആ നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയും.
ഇനി 2 ഈസ് ദ ഓഡ്, അപ്പോൾ ഇതിൽ ഈ ബാക്കിയൊക്കെ ഈ ഓഡ് നമ്പേഴ്സാണ്, അതിൽ 2 മാത്രമാണ് എന്തെന്ന് ഒരു ഈവൻ നമ്പറായിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പേഴ്സ്, ഓൾ ദ അതർ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ്. അപ്പോൾ ഈ സിട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ് ആണെങ്കിൽ, അതായത് 2 ഫാക്ടർ മാത്രമാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയും. കാരണം എന്താണ്, പ്രൈം ഫാക്ടേഴ്സിന് ആ നമ്പറും 1 മാത്രമായിരിക്കും ഫാക്ടർ ആയിട്ടുണ്ടാകും. അതിന് മോർ ദാൻ 2 ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വൈ ഈസ് ഇറ്റ് യുണീക്ക്, എന്തുകൊണ്ടാണ് അത് യുണീക്ക് ആണെന്ന് പറയുന്നത്. Prime factorization is of a number will always be the same even if we write the factors in a different order. അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എപ്പോഴും സെയിം ആയിട്ടാണ് കിട്ടുക. ഇപ്പോൾ ഒരു 60 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ് 2 × 2 × 3 × 5 അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ എന്താണ് ഈവൻ വി റൈറ്റ് ദ ഫാക്ടേഴ്സ് ഇൻ എ ഡിഫറെൻറ്റ്, ഏത് ഓർഡറിൽ എഴുതിയാലും നമുക്ക് ആ നമ്പറിനെ ഒരേ രീതിയിൽ നമുക്ക് ഒരേ പ്രൈം ഫാക്ടറൈസേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 16 നമ്മൾ ഇങ്ങനെ എഴുതി, നമുക്ക് 16 വേറൊരു മെത്തേഡിൽ എഴുതിയാലും സെയിം നമ്പർ തന്നെയാണ്, സെയിം ഫാക്ടറൈസേഷൻ തന്നെയാണ്. അതായത് ആദ്യം നമ്മൾ 2 × 2 × 3 × 5 എന്നാണ് എഴുതിയത്. അപ്പം ഞാൻ രണ്ടാമത് അതിൻ്റെ ഓർഡർ മാറ്റി എഴുതിയാലും നമുക്ക് എന്താണ് കിട്ടുക, സെയിം നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഞാൻ ആദ്യം 2 × 3 × 2 × 5 എന്ന് എഴുതി. എത്രയായാലും എന്താണ് സംഭവം എന്താണ്, ബോത്ത് ദ മീൻസ് എന്താണ് 2² ഇൻറ്റു, അതായത് രണ്ട് രീതിയിൽ എഴുതിയാലും നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്ക് ഒരേ ഇത് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്, യുണീക്ക് ആണെന്ന് പറയുന്നത്. കോമൺ ഫാക്ടർ ഹയസ്റ്റ് HCF എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പ്രൈം നമ്പേഴ്സ് പറഞ്ഞു, കോമ്പോസിറ്റ് നമ്പർ പറഞ്ഞു, എന്താണ് യുണീക്ക് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് HCF, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ് എക്സാക്ട്ലി വിത്തൗട്ട് റിമൈൻഡർ ഓൾ ദ ഗിവൺ നമ്പേഴ്സ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് GCD അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, 12 and 18 രണ്ട് നമ്പർ എടുത്തു നമ്മൾ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫാക്ടേഴ്സ് ആണ്, എങ്ങനെയാണ് HCF കാണുന്നതെന്നാണ് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് 12ൻ്റെ ഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതാം, 1 2 3 4 6 12 എന്ന് എഴുതി. ഫാക്ടേഴ്സ് ഓഫ് 18 എന്ന് പറയുന്നത് 1 2 3 6 9 18 എഴുതി. അപ്പോൾ ഇതിലുള്ള കോമൺ ഫാക്ടർ എന്നാണ്, രണ്ടിലും കോമൺ ആയിട്ട് എന്താണ് 1 ഉണ്ട് അല്ലേ, 1 ഉണ്ട് രണ്ടിലും, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. അപ്പം കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 2 3 6 എത്ര എഴുതി. ഇനി ഇതിലുള്ള HCF, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് ഏറ്റവും വലിയ കോമൺ ഫാക്ടർ എന്താണ് ഇതിലുള്ളത്, 6 ആണ് ഏറ്റവും വലിയ നമ്പർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എന്താണ്, 6 ആണ് ഇതിൻ്റെ കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇപ്പോൾ നമുക്ക് HCF എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ HCFന് അതിൻ്റെ ഒരു ടിപ്സാണ്, നമുക്ക് പ്രൈം ഫാക്ടറൈസേഷനോ അല്ലെങ്കിൽ യൂക്ലിഡ്സ് ലെമ്മ, ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂക്ലിഡ്സ് ലെമ്മ ഞാൻ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2 നമ്പേഴ്സിൻ്റെ കോമൺ ഫാക്ടർ HCF കാണാൻ പറ്റും, CAT കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് LCM, ലോവസ്റ്റ് കോമൺ ഫാക്ടർ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഓൾ ദ ഗിവൺ നമ്പേഴ്സ്. നമുക്കിപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ 4 and 6 4ഉം 6ഉം തന്നിട്ടുണ്ട്, അതിൻ്റെ മൾട്ടിപ്പിൾസ് കാണും. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എന്തെന്ന് 4 8 12 16 20 24 ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ 6ൻ്റെത് ഇതാണ് 16 12 6 12 18 24. അപ്പോൾ ഇതിലുള്ള കോമൺ മൾട്ടിപ്പിൾസ്, രണ്ടിലും കോമൺ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള അത് എടുത്തെഴുതുകയാണ്. അപ്പോൾ 12 24 ഇതാണ് കോമൺ ഇതായിട്ടുള്ളത്. അപ്പം നമ്മൾ അതിലുള്ള ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയത്, നമ്മൾ ആദ്യം പറഞ്ഞ ഹയസ്റ്റ് ആയിരുന്നു, അതിൽ നമ്മൾ മൾട്ടിപ്പിൾസ് എഴുതി, അത് ഫാക്ടറൈസേഷൻ എഴുതി, ഇതിൽ നമ്മൾ മൾട്ടിപ്പിൾസ് എഴുതി, അത് നമുക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 12 ആണ്. ഇത് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4ൻ്റെയും 6ൻ്റെയും ഞാൻ വേറൊരു ഇതിൽ ഫാക്ടറൈസേഷൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. 4 6. അപ്പം നമ്മൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 4ൽ 2 ഇതിനെ 3 ആക്കി. പിന്നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3, പിന്നെ 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് 1 1. അപ്പോൾ ഇത് ഞാൻ എഴുതുകയാണ് 2 × 2
ഇൻറ്റു 3 ഈ 3 എഴുതി നമുക്ക് എന്താണ് കിട്ടുന്നത് 12. ഇങ്ങനെ നമുക്ക് LCM കാണാം. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്താണ് സ്മോളസ്റ്റ് നമ്പറാണ് ദാറ്റ് ബോത്ത് LCM is the smallest number that both numbers can and divide without leaving a remainder. ഒരു റിമൈൻഡറും ഇല്ലാണ്ട് നമുക്ക് ഒരു 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്മോളസ്റ്റ് നമ്പർ ഏതാണോ കിട്ടുന്നത് ആ നമ്പറാണ് നമ്മൾ എന്ത് പറയുന്നത് LCM എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ LCMഉം HCFും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. HCFും LCMഉം HCF ഇൻറ്റു LCM അതായത് HCFും LCMും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടും. ഇപ്പം നമ്മൾ 12 and 18 ആണെന്ന് വെച്ചോ, അതിൻ്റെ HCF 6 ആണ്, LCM 36 ആണ്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക 26 കിട്ടും, 216 കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ് ഈ 12ൻ്റെ 18ൻ്റെയും പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിതെല്ലാം എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.